ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പറയുന്നത്, നമുക്ക് എല്ലാ കാലത്തും കഷ്ടതകൾ വിട്ടുമാറാത്തത് എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യത്തിൻ്റെതായ ഉത്തരവുമായിട്ടാണ്. അതായത് നമുക്ക് പല വിധത്തിലുള്ള നന്മകളുണ്ടാവും. പക്ഷേ അതിൻ്റേതായ 100 ഇരട്ടി നമുക്ക് തോൽവിയും പരാജയവും നമുക്ക് സംഭവിക്കുന്ന കാലഘട്ടങ്ങളൊക്കെ ആയിരിക്കും വരിക. അതായത് നമുക്കൊരു ഒരു ഒരു വർഷം കൊണ്ട് ഒരിക്കെ ഒരു നല്ല കാര്യങ്ങളൊക്കെ നേടി എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾ ധാരാളം തന്നെയാണ്. പക്ഷേ ഒരു വർഷം കൊണ്ട് നേടിയത് ചില സന്ദർഭങ്ങളിൽ നഷ്ടപ്പെട്ടു പോവുകയും, പിന്നെ ഒരു 10 വർഷം പരിശ്രമിച്ചാലും നമുക്കൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യും. ജാതകം പരിശോധിച്ചാലോ സമയമൊക്കെ നല്ല സമയമൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ രാശി പ്രവചനങ്ങളൊക്കെ നടത്തുമ്പോൾ പോലും നമുക്കൊരു നല്ല ഫലം ലഭിക്കാത്തതിൻ്റെതായ കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പറയുകയാണ്. അതായത് നമ്മളെ നിരന്തരമായും വേട്ടയാടുന്ന പാതകാധിപതി എന്ന് പറയുന്ന ഗ്രഹങ്ങളുടേതായ സഞ്ചാരം 12 രാശിക്കാർക്കും എങ്ങനെയാണ്, 12 ലഗ്നക്കാർക്ക് എങ്ങനെയാണ് ഈ പാതകാധിപത്യം വന്ന് ഭവിച്ചാൽ നമുക്ക് എന്ത് വിധത്തിലുള്ള ദോഷങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. നമുക്ക് നിത്യ കഷ്ടതകളും കുടുംബ ദുരിതങ്ങളും സമ്പത്ത്പരമായ ഇടങ്ങളിലും തൊഴിൽപരമായ ഇടങ്ങളിലും സുഹൃത്തുക്കൾക്കിടയിലും ബന്ധുക്കൾക്കിടയിലും ഒക്കെ ഈ പാതകാധിപത്യം വല്ലാത്തൊരു രീതിയിൽ തന്നെ നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ഒരു സാഹചര്യം. നമുക്ക് അത് എന്താണെന്ന് നോക്കാം. വിശദമായി തന്നെയായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പറയുന്നത്. ഇത് നിങ്ങൾ അവഗണിക്കാതിരിക്കുക. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. 12 രാശി ലഗ്നത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ജന്മ ജാതകം വഴി നിങ്ങൾക്കത് കൃത്യമായിട്ട് കണ്ടെത്താനും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ നടക്കുന്നുവെന്ന് ചിന്തിക്കാനും അതിൻ്റേതായ രീതിയിൽ ജീവിതത്തെ മാറ്റി കൊണ്ടുവന്ന് ജീവിക്കാനും കഴിയുമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്. എല്ലാ ജാതകങ്ങളിലുണ്ട്. എൻ്റെ ജാതകത്തിലും പാതകാധിപത്യം ഒക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതിനെ എങ്ങനെ തരണം ചെയ്തു പോകണം എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ മേടം, കർക്കിടകം, തുലാം, മകരം എന്നിങ്ങനെ 4 രാശി. അപ്പോൾ അത് ലഗ്നമായിട്ട് വരുമ്പോൾ ചര ലഗ്നമായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഈ 4 ലഗ്നക്കാർക്കും 11ാം ഭാവമായ ലാഭസ്ഥാനമാണ് പാതകമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 ലഗ്നക്കാരും ഉള്ളതിനെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതിൽ നിന്നും വരുമാനത്തെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തി അതേ ഒരു ഭാവത്തിൽ മുന്നിലേക്ക് പോകാനുള്ള ഒരു പരിശ്രമം നടത്തുകയാണെങ്കിൽ അവർക്ക് എല്ലാ കാലവും ഒരു തുല്യമായ രീതിക്ക് ആ ഒരു ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് കഴിയും. അതായത് ഉള്ളതിൽ നിന്നും തൃപ്തിപ്പെട്ടുകൊണ്ട് തന്നെ സമ്പത്തിനെ ശേഖരിക്കാനായിട്ട് ശ്രമിക്കുക. വലിയ രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ തന്നെ ഇവർക്ക് പാതകമായിട്ട് തന്നെയായിരിക്കും വരിക. ആദ്യം ഇറങ്ങുന്ന ടൈമിൽ ഫാസ്റ്റായിട്ടുള്ള ഒരു മൂവിങ് കൊടുക്കുകയും പിന്നീട് സർവ്വതും തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷക്കാലം ഒരു നല്ല ഫലത്തെ ആയിരിക്കും പ്രധാനം. അപ്പോൾ വീണ്ടും നല്ലതുണ്ടാകുമെന്ന രീതിക്ക് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ അത് മൊത്തത്തിൽ തന്നെ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ലഗ്നക്കാർക്ക് ഗ്രഹങ്ങൾ സഞ്ചാരം നടത്തുന്ന ആ ഒരു പാതകാധിപതിയൊക്കെ സഞ്ചാരം നടത്തുന്ന സമയത്ത് ആ ഒരു 12ാം ഭാവത്തിൽ വരുമ്പോൾ അത് പാതകമായി തന്നെ മാറും. അതുപോലെ തന്നെ സ്ഥിര ലഗ്നം എന്ന് പറയുന്ന ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം എന്നിങ്ങനെയുള്ള 4 രാശികൾ. ഇത് 4 ലഗ്നമായിട്ട് വരുന്ന വേളയിൽ ഇവർക്ക് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനമാണ് പാതകമായിട്ടും അതുപോലെ ഭാഗ്യസ്ഥാനമായിട്ടും വരുന്നത്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ലഗ്നക്കാരൊക്കെ തന്നെ വളരെയധികം പേര്, പ്രശസ്തി, അംഗീകാരങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറകെ സഞ്ചാരം നടത്താതെ ഇരിക്കുകയാണെങ്കിൽ ഇവർക്ക് എല്ലാ കാലവും ഒരു തുല്യമായ ഒരു രീതിയിൽ മുന്നിലേക്ക് പോകാനായിട്ട് കഴിയും. ഈ രാശിയിൽ പിറന്നവരൊക്കെ തന്നെ മറ്റുള്ളവർക്ക് സഹായങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്താൽ അത് മറ്റൊരാളോട് പറയാതെ സ്വന്തമായ രീതിക്ക് അത് ചെയ്യുന്നു. അതായത് 4 പേര് അറിയത്തക്ക രീതിയിൽ ഒരു കാര്യങ്ങളും മറ്റൊരാളുടെ സഹായം ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അതായത് നമ്മൾ കൊടുക്കുന്നത് മറ്റൊരാൾ അറിയാം. അതായത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടുള്ളത് അല്ല എന്ന ഒരു ചിന്താഗതിയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് അങ്ങനെ പോകുന്ന വേളയിൽ ഇവർക്ക് ഒരു തുല്യമായ രീതിയിൽ കാര്യങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോയി വിജയത്തിലേക്ക് എത്താനായിട്ട് കഴിയും. കാരണം ഭാഗ്യാധിപതി കൂടെയാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്മ ചെയ്യുമ്പോൾ അത് പുറത്ത് അറിയിച്ച് 4 പേരെ പറഞ്ഞ് ഒരു കാര്യങ്ങളും ചെയ്യാതിരുന്നാൽ വളരെയധികം അത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുതരും.
അടുത്ത 4 ലഗ്നം എന്ന് പറയുന്നത് ഉഭയ ലഗ്നമാണ്. അപ്പോൾ മിഥുനം, കന്നി, ധനു, മീനം എന്നിങ്ങനെയുള്ള 4 ലഗ്നമാണ് ഉഭയ ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉഭയ ലഗ്നക്കാർക്ക് പാതകാധിപത്യം വരുന്നത് 7ാം ഭാവമാണ്. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെയും പലപ്പോഴും പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങളായിരിക്കും വരിക. ഭാര്യ പറയുന്ന കാര്യം ഭർത്താവിന് ഇഷ്ടപ്പെടാതെ വരിക. ഭർത്താവ് പറയുന്ന കാര്യം ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാതെ വരിക. കുടുംബപരമായ അന്തരീക്ഷത്തിൽ ഈ പാതകാധിപത്യമുള്ള ഗ്രഹങ്ങൾ സഞ്ചാരം നടത്തിയാൽ വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. 7ാം ഭാവത്തിൽ പാതകാധിപതി സഞ്ചാരം നടത്തിയ അല്ലെങ്കിൽ ദൃഷ്ടിയോ എന്തെങ്കിലും രീതിക്കൊരു പ്രശ്നം അവിടെ ഉണ്ടായാൽ ജാതകത്തിൽ വന്നാൽ 100% നിങ്ങൾക്ക് കുടുംബത്തിൽ എല്ലാ കാലവും എത്രത്തോളം വിട്ടുവീഴ്ചകൾ നടത്തിയാലും പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ ഈ പാതകാധിപതി തന്നുകൊണ്ട് തന്നെ ഇരിക്കും. പാതകാധിപത്യം കൊണ്ട ഗ്രഹങ്ങൾ രാഹു, കേതു, ഗുളികൻ എന്നിങ്ങനെയുള്ള 3 ഗ്രഹങ്ങൾക്കൊപ്പം കൂട്ടണി ചേരുകയോ അല്ലെങ്കിൽ ദൃഷ്ടി പതിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ വന്നാൽ വളരെ അധികം ദുഃഖാവസ്ഥകൾ ഈ വ്യക്തികൾക്ക് വന്നു ചേരും. അതായത് ജാതകവശാൽ നിങ്ങൾക്ക് അത് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ രാഹു, കേതു, ഗുളികൻ എന്നിങ്ങനെ 3 ഗ്രഹങ്ങൾ പാതകാധിപത്യം കൊണ്ട ഗ്രഹങ്ങളുടെ ദൃഷ്ടി പതിപ്പിക്കുകയോ അല്ലെങ്കിൽ അതാത് ഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചാരം നടത്തുകയോ ഒക്കെ ഗോചാര രാശി പ്രകാരമാണെങ്കിലും സഞ്ചാരം നടത്തുന്ന കാലഘട്ടം ആണെങ്കിൽ 100% നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ആ ജാതകത്തിൽ പാതകാധിപത്യമുള്ള ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുകയോ ദൃഷ്ടി പതിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മാതാപിതാക്കൾക്ക് നല്ല സമയമാണെങ്കിൽ പോലും ആ ഒരു ഗ്രഹങ്ങൾ മക്കളുടേതായ ഗ്രഹത്തിൻ്റെതായ പ്രഭാവം മാതാപിതാക്കളെ ബാധിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ശുക്രദശാകാലത്തിലാണ് ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ ഇവിടെ മോശം അവസ്ഥയിൽ അല്ലെങ്കിൽ ദശാകാലം മോശമായിരിക്കുന്ന ഒരു ജാതകക്കാരനായിരിക്കും അച്ഛനോ അമ്മയോ. 100% അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഉയർച്ച അത് അടുത്ത 8 വർഷക്കാലം ഒരു നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റമൊക്കെ കൊണ്ടുവരും. പക്ഷേ പാതകാധിപത്യം കൊണ്ടു നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ അതിൻ്റെതായ ജാതകഫലം ഇവിടെ ലഭിക്കുകയും ഇല്ല എന്നുള്ളതാണ്. 12 വയസ്സിന് ശേഷമാണ് കുട്ടികൾ സ്വന്തമായ രീതിക്ക് അവരുടെ ജാതകത്തെ അനുഭവിച്ചു തുടങ്ങുക. അതുവരെ മാതാപിതാക്കൾക്ക് തന്നെയായിരിക്കും കഷ്ടകാലങ്ങളും നല്ല കാലങ്ങളും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും വേണം. പാതകാധിപത്യം കൊണ്ട ഗ്രഹങ്ങൾ 6, 8, 12 എന്നീ ഭാവങ്ങളിൽ മറൈവ് സ്ഥാനത്തിലേക്ക് വന്നാൽ ചിലർക്ക് നല്ല ഫലവും മറ്റു ചിലർക്ക് മോശം ഫലവും നൽകും. നടക്കുന്ന ദശാകാലങ്ങൾക്ക് അനുസൃതമായിട്ട് അതിനെയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കാലചക്ര രാശിക്ക് ശനി, ചന്ദ്രൻ എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങളുടേതായ ആ ഒരു യൂണിറ്റി വരുമ്പോഴും പാതകാധിപത്യം നല്ല രീതിക്ക് തന്നെ നമ്മളെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. കല്യാണങ്ങളൊക്കെ തന്നെ പല കല്യാണങ്ങളും എല്ലാം നല്ല രീതിക്ക് അതായത് വിവാഹം നടക്കും എന്ന് ഉറപ്പിച്ച് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഏതൊരു നല്ല കാര്യങ്ങളും അവസാന നിമിഷത്തിൽ അത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ചിലരൊക്കെ പറയാം പഠിക്കൽ കൊണ്ട് കലം ഉടയ്ക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം. കിട്ടാം എന്ന് പറയുന്ന ആ ഒരു ധനം നമ്മളിലേക്ക് കിട്ടാതെ പോകുന്നു. ലഭിക്കാമെന്ന് പറയുന്ന ലാഭം ലഭിക്കാതെ പോകുന്നു. പ്രശ്നം ഉണ്ടാകില്ല എന്ന് കരുതിയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഈ പാതകാധിപത്യത്തിൻ്റെതായ ഒരു ഫലത്താലാണ് വരുന്നത്. ജന്മജാതകത്തിൽ പാതകാധിപതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അത് എന്ത് വിധത്തിലുള്ള ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് അവരവർ അടുക്കൽ ഉള്ള നിങ്ങളുടെ വീട്ടിനരികിലുള്ള ആസ്ട്രോളജറെ കണ്ടാൽ കൃത്യമായിട്ടും തന്നെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ ജാതകത്തെ ഗണിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ കഴിയും. ആ ഒരു പ്രഭാവത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനെ ഒരു യൂണിറ്റിൽ കൊണ്ടുപോകാനായിട്ട് കഴിയും. അതായത് ഒരേ ഒരു ബേസിക് മോഡിൽ കൊണ്ടുപോകാനായിട്ട് കഴിയും. വലിയ രീതിയിലുള്ള ചിന്താഗതികളോ അല്ലെങ്കിൽ വലിയ ആഗ്രഹങ്ങളോ ഒന്നും ഇല്ലാതെ കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇതൊക്കെ നമ്മളായിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് സ്വഭാവത്തിലും പ്രവൃത്തികളിലും മാറ്റം വരുത്തി കൊണ്ടുവരേണ്ടത്. ഗ്രഹങ്ങൾ ചിന്തിക്കുന്നതിനനുസൃതമായിട്ട് നമ്മൾ ചിന്തിക്കണമെന്നൊന്നുമില്ല. പക്ഷേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ മാറ്റിക്കൊണ്ടുവരാനായിട്ട് പരമാവധി നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം. പാതകാധിപത്യം കൊണ്ട് നിൽക്കുന്ന ജാതകമാണെങ്കിൽ സംഭവിക്കുന്നത് നമ്മൾക്ക് വലിയ രീതിയിലുള്ള കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും. പല കാര്യങ്ങളിലും അവരവർ പഠിച്ച രീതിയിലും തൊഴിൽപരമായ രീതിയിലൊക്കെ നല്ല രീതിയിലുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും. അത് എത്രത്തോളം എഫർട്ടായിട്ട് നമ്മൾ കൊടുത്താലും അതിനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം
അവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ വീഡിയോ ഇത് ചെയ്യുന്നു. ഈ ചാനലിൻ്റെ താഴെ തന്നെ വന്ന് കമൻറ്റ് ചെയ്യുന്നവർ ധാരാളം പേര് മോശപ്പെട്ട കമൻറ്റുകളും ചീത്ത വിളിക്കുന്നവർക്ക് ധാരാളം ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ആ ഒരു പോസിറ്റിവിറ്റിയെ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വളരെയധികം ഗുണകരമായ രീതിയിൽ അവർക്ക് കൊണ്ടുവന്ന് വിജയത്തിലേക്ക് എത്താനായിട്ട് കഴിയും. പക്ഷേ സ്വന്തം കാര്യത്തിലേക്ക് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് മുന്നിലേക്ക് ഇറങ്ങിയാൽ അത് അവിടെ തന്നെ കരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും. അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവില്ല. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നമുക്ക് തന്നെ വിനയായിട്ട് മാറുന്ന ഒരു സാഹചര്യം. ഇതും പാദകാധിപത്യത്തിൻ്റെതായ ഒരു പ്രഭാവമാണ്. ദൃഷ്ടി പ്രഭാവമായിരിക്കാം, അല്ലെങ്കിൽ ഒപ്പം യൂണിറ്റി ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആയിരിക്കാം നമുക്കങ്ങനെ സംഭവിക്കുക. കൃത്യമായിട്ടും അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നിങ്ങളുടേതായ ഒരു ഉത്തരവാദിത്വം തന്നെയായിരിക്കും. ജാതകം പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ജാതകത്തിനുള്ളിൽ പാതകാധിപത്യം കൊണ്ട ഗ്രഹം കേന്ദ്ര ആധിപത്യം കൊണ്ട ഇടങ്ങളിൽ വളരെയധികം മോശമായ ഒരു അവസ്ഥയിലാണെങ്കിൽ ഒരിക്കലും തന്നെ ഒരു അംഗീകാരവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യം ഇല്ല. ആരെയാണോ ഏറ്റവും അധികം വിശ്വസിച്ചത് അവരാൽ തന്നെ നിങ്ങൾക്ക് പ്രശ്നവും വന്നു ചേരുന്ന ഒരു സാഹചര്യമായിരിക്കും അവിടെ ക്രിയേറ്റ് ആവുക. അത് തിരിച്ചറിയുമ്പോൾ ഒരു പക്ഷേ വൈകിപ്പോകും എന്നുള്ളതാണ്. ലഗ്നത്തിൻ്റെ 3-ാം ഭാവം, 7-ാം ഭാവം, 11-ാം ഭാവം ഈ ഒരു ഇടങ്ങളിൽ പാതകാധിപത്യം കൊണ്ട ഗ്രഹം സ്ഥിതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളാലെ അല്ലെങ്കിൽ കുടുംബത്തിനുള്ളിൽ നിന്നും ഒക്കെ ധാരാളം ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് ഇന്ന് വന്നു, നാളെ വന്നു, മറ്റന്നാളും വരും. തീർന്നുവെന്ന് വിചാരിക്കുന്നിടത്ത് പുതിയത് ആരംഭമാകുക തന്നെ ചെയ്യും. ഉദാഹരണത്തിനായിട്ട് ഇപ്പോൾ ജാതകം പരിശോധിക്കാനായിട്ട് നിങ്ങളൊരു ആസ്ട്രോളജറുടെ പക്കൽ പോവുകയാണെന്ന് വയ്ക്കുക. അദ്ദേഹം നിങ്ങൾക്കൊരു നല്ല കാര്യം പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കണ്ടെത്തലുകൾ പറയുന്ന വ്യക്തിയായിരിക്കാം. ഈ പാതകാധിപത്യം പിടിച്ച ഒരു വ്യക്തി നേരത്തെ എവിടെയെങ്കിലും പോയി നോക്കി, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് പോയി ജാതകങ്ങളൊക്കെ പരിശോധിച്ച് അതിൻ്റെതായ ഫലം കിട്ടാതിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നമ്മൾക്ക് ആ ഒരു സമയം അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഈ നേരത്തെ കണ്ടെത്തി വെച്ച ആള്, കണ്ടെത്തിയിട്ട് ഫലം കിട്ടാത്ത ആളെന്ത് ചെയ്യും? അവിടെ പോയിട്ടൊരു കാര്യങ്ങളുമില്ല, അത് നിനക്ക് ഗുണമുണ്ടാകുന്ന സാഹചര്യങ്ങളുമില്ല, മറ്റെവിടെയെങ്കിലുമൊക്കെ പോകാം, അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വഴി തെറ്റിച്ച് വിടുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഒരു വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു വീട് വച്ചു എന്നൊക്കെ ഉണ്ടെങ്കിലും ശരി, അതിനകത്ത് പല മാറ്റങ്ങളും, ഇത് ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇത് ഇങ്ങനെ മാറ്റണം, അങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞാൽ പലരും നമ്മളെ വഴി തെറ്റിച്ച് വിടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. ലക്ഷ്യത്തിൽ നിന്നും ബോധപൂർവം മറ്റുള്ളവർ നമ്മളെ വഴി തെറ്റിക്കും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ. അങ്ങനെയെങ്കിൽ ഈ പാതകാധിപത്യം ഉള്ള ജാതകക്കാർ, അല്ലെങ്കിൽ ഈ 27 നക്ഷത്രക്കാർക്കും പാതകാധിപത്യം ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. എനിക്കുൾപ്പെടെ ഉണ്ടെന്ന് തന്നെയാണ് വാസ്തവം. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം, ചിന്തിക്കണം എന്ന ഒരു സ്വയം ക്രിയേറ്റിവിറ്റിയാണ് അവിടെ വേണ്ടത്. മറ്റുള്ളവരെ വിശ്വസിച്ചാണോ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, അല്ലാതെ എൻ്റെ നേട്ടങ്ങൾക്കായിട്ട് ഞാനാണോ പരിശ്രമിക്കേണ്ടത് എന്ന ചിന്താഗതിയാണ്. മറ്റുള്ളവരെ ഉപദേശിച്ച് നന്നാക്കാൻ പോയി നമ്മൾ മോശംകാരാകുന്നതാണോ നല്ലത്? അതായത് മറ്റുള്ളവർ ഉപദേശിക്കുന്നതിനേക്കാളും നമ്മളെപ്പോഴും സ്വയം ചിന്താഗതിയോടുകൂടി, സ്വയം ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമ്മൾ ക്രിയേറ്റഡായ മനസ്സിനെ കൊണ്ടുവന്ന് സ്വയം ചിന്തിക്കാനുള്ള മനസ്സിനെ ക്രിയേറ്റ് ചെയ്താൽ 100% അതാത് വ്യക്തികൾക്ക് പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ആവശ്യമില്ലാതെ ആഗ്രഹങ്ങളെ ദുരാഗ്രഹങ്ങളാക്കി ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കൊന്ന് കൺവേർട്ട് ചെയ്ത്, ഇതിൽ നിന്നും ഈ ജോലി ശരിയല്ല, മറ്റേ ജോലി മതി, ഇവിടെ ഇയാൾ ശരിയല്ല, ഇയാളുടെ ഒപ്പം നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ചിന്താഗതികൾ ക്രിയേറ്റഡ് ആകുന്നുവെങ്കിൽ സ്വന്തം നിലനിൽപ്പിനെ ആശ്രയിച്ച് മാത്രമായിരിക്കണം തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. സ്വന്തം ചിന്തകൾ തന്നെയാണ് എല്ലാവരെയും വഴിതെറ്റിക്കുന്നതും നല്ലതാക്കുന്നതും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ പാതകം എന്ന് പറയുന്നത് ഔട്ടർ റേഞ്ചിൽ ഉള്ള പേര്, പ്രശസ്തി, അംഗീകാരങ്ങൾ ഒക്കെ ക്രിയേറ്റ് ആകുന്നു. കുടുംബത്തിനുള്ളിൽ വാക്കുവാദങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒരു വ്യക്തി ഒരു കാര്യം, ഭർത്താവ് ഒരു കാര്യം പറയുമ്പോൾ ഭാര്യ അതിനെ എതിർത്ത് പറയുന്നു, അല്ലെങ്കിൽ ഭാര്യ ഒരു കാര്യം പറയുമ്പോൾ ഭർത്താവ് എതിർത്ത് പറയുന്നു. ഇങ്ങനെ എതിരഭിപ്രായങ്ങളൊക്കെ ക്രിയേറ്റഡ് ആകുന്നു. ചെയ്യുന്ന ഇടങ്ങളിൽ നമുക്കൊരു മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കാതിരിക്കുന്നു, കടബാധ്യതകൾ കൂടുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ പാതകാധിപതി ആക്ടിവേറ്റഡ് ആണ്, അല്ലെങ്കിൽ ദൃഷ്ടി ബലത്തിലാണ്, അല്ലെങ്കിൽ ഗുളികൻ്റെ ഒപ്പം ചേർന്നിട്ടുണ്ട്, രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ ഒപ്പം ചേർന്നിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കാം. ഇപ്പോൾ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ഒപ്പം പാതകാധിപതി ചേർന്നാലും വലിയ രീതിക്കുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തരില്ല. ഏതാണ്ട്
ഒരു 40% രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ നമ്മളെ ഒരു പിൻവലിച്ചിലുണ്ടായിരിക്കും. അതായത് ഇന്ന് കിട്ടാനുള്ള കാര്യം 10 ദിവസം ഡിലേ ആക്കി വയ്ക്കും. പക്ഷേ അത് തരാതെ ഇരിക്കില്ല. ഇവിടെ ഗുളികൻ്റെ ഒപ്പം ചേർന്നാലോ കുടുംബത്തിനുള്ള ദുർമരണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് പ്രശ്നങ്ങളെയൊക്കെ തന്ന് തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ഇടത്ത് തൊഴിൽ തടസ്സപ്പെടുക, അത് നിർത്തിവയ്ക്കപ്പെടുക, കിട്ടാവുന്ന ശമ്പളം കിട്ടാതെ പോവുക, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കുടുംബത്തിൽ തരും. അപ്പോൾ ഈ പറയുന്ന 12 ലഗ്നക്കാർക്കും 12 വിധത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇവിടെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചും രാഹു കേതുവിൻ്റെ മാറ്റത്തെക്കുറിച്ചും ചൊവ്വയുടെ മാറ്റത്തെക്കുറിച്ചും അങ്ങനെ എല്ലാ ഗ്രഹങ്ങളുടെ മാറ്റത്തെക്കുറിച്ചും ഈ സമയം നല്ലതാണ്, ആ സമയം നല്ലതാണ്. കാരണം നിലവിൽ നടക്കുന്ന സമയത്തിനനുസരിച്ച് അത് നല്ലത് തന്നെയായിരിക്കും പറയുക. നല്ല രീതിക്ക് ഇരിക്കുന്ന ഇടങ്ങളാണെങ്കിൽ നല്ല രീതിക്ക് തന്നെയായിരിക്കും ഇപ്പോൾ രാശി പ്രവചനങ്ങളൊക്കെ നടക്കുക. നിങ്ങളുടെ ജന്മ ജാതകത്തിനുള്ളിൽ ഗോചാര രാശി പ്രകാരം ചന്ദ്രൻ, ശനി എന്നീ ഗ്രഹങ്ങളുടെ ഒപ്പം ഗോചാര രാശി പ്രകാരവും ആ ഒരു കണക്ടിവിറ്റി വരികയാണെങ്കിൽ ഈ ഒരു നല്ല സമയവും നിങ്ങൾക്ക് ബാധകമായിട്ടായിരിക്കും മാറുക എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നിസ്സാരമായ ചില ടൈമിങ്ങിൽ വരുന്ന ഈ രാശി മാറ്റങ്ങളുടേതായ ഗ്രഹങ്ങൾ ദൃഷ്ടി പതിപ്പിക്കുകയോ ഒപ്പം കൂടുകയോ ഒക്കെ ചെയ്താൽ അത് കുറച്ചുകൂടി ബാധകമായിട്ട് വരും. ശനിദശാകാലം നടക്കുമ്പോഴും അതുതന്നെയാണ്. പ്രോസസ്സുകളിൽ ഏതൊരു ഗ്രഹത്തിൻ്റെ ഒപ്പം ഇരിക്കുന്നു, ഗോചാര രാശിപ്രകാരം എവിടെ ആ ഒരു ഗ്രഹം സഞ്ചാരം നടത്തുന്നു എന്നുള്ളത് കൂടി കണക്കിലെടുത്താണ് പ്രശ്നത്തിൻ്റെ നന്മയും തിന്മയും കണക്കാക്കപ്പെടുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഗുണകരമായ ഒരു വീഡിയോ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും അതിനനുസരിച്ച് ചിന്താഗതികളെ മാറ്റം വരുത്തുക. അതുപോലെ തന്നെ പാതകാധിപത്യം കൊണ്ട ഗ്രഹം നമുക്ക് നല്ല രീതിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളെ കൊണ്ടുനൽകും. നനച്ചിരിക്കാത്ത സമയത്ത് നമുക്ക് പ്രശ്നത്തെ കൊണ്ടുതരും. ഒരു ജോലിയൊക്കെ ചെയ്യാനായിട്ട് കണക്കാക്കിയിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു വർക്ക് ഓർഡറൊക്കെ കിട്ടിയിരിക്കുന്ന സമയമാണ്, നാളെ എനിക്ക് അതിൽ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും രീതിക്ക് ഒരു ബുദ്ധിമുട്ട് കുടുംബത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ നമുക്കോ കൊണ്ടു തന്നിട്ട് അത് വിഷയത്തിലേക്ക് കൊണ്ടുവരികയും അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മുടേതായ ജാതകവശാൽ നമുക്ക് അനുഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നല്ല സമയത്തായിരിക്കും നമുക്ക് ചില രീതിക്ക് ചില ഗ്രഹങ്ങളുടേതായ സഞ്ചാരം മാറ്റം വരിക. അതായത് 4th ഓപ്ഷൻ വരെ ഉണ്ടെന്നാണ്. അതായത് ഗ്രഹത്തിൻ്റെ അപഹാരം നടക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ ഒപ്പം മറ്റൊരു ഗ്രഹം അപഹാരം ചെയ്യുന്ന സമയം, അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു ഗ്രഹം കൂടി ചേരുന്നത്, ഒപ്പം മറ്റൊരു ഗ്രഹം കൂടി ചേരുക. ഇങ്ങനെ 4 ഗ്രഹങ്ങളുടെ കൂട്ടണികളാണ് ഒരു സമയം നമുക്ക് വരിക. അപ്പോൾ ആ പ്രോസസ്സുകളൊക്കെ കൃത്യമായ രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയില്ല. ഈ സമയം ഒരു ദിവസം ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു ഗ്രഹം ചിലപ്പോൾ 2.5 മണിക്കൂറൊക്കെ നമുക്ക് അതിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. അതിനെ നമുക്ക് എങ്ങനെയാണ് ഗണിച്ച് പറയാം ഈ 2.5 മണിക്കൂർ സമയം നിങ്ങൾ ഇന്നതുപോലെ ഇരിക്കണമെന്ന് പറ്റില്ല. അതുകൊണ്ട് അപഹാരത്തെക്കുറിച്ച് മാത്രമായിരിക്കും നമുക്ക് പറയാനായിട്ട് ചിന്തിക്കാനായിട്ടും ഒക്കെ കഴിയുക. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശുഭകരമായ ഒരു കാലത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥനകളോടെ മുന്നിലേക്ക് പോവുക. കാലങ്ങൾ വരും പോകും ഒക്കെ ചെയ്യും. നമ്മുടെ ചിന്താഗതികളിൽ വളരെയധികം ശ്രദ്ധാപൂർവം കാര്യത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് പോയാൽ മാത്രമാണ് നല്ലൊരു ഫലം ലഭിക്കുക. ഇപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം ഒരു വർഷക്കാലത്തേക്ക് ഉണ്ട്. ആ ഒരു വർഷക്കാലത്തിനുള്ളിൽ നല്ലത് നടക്കാനായിട്ട് പ്രാർത്ഥിക്കുക. വ്യാഴം ജൂൺ 2-ാം തീയതിക്ക് മാറിയതിന് ശേഷം അടുത്ത ജൂൺ 2-ാം തീയതി വരെ ഒരേ രാശികളിൽ തന്നെയാണ്. അതിനുള്ളിലുള്ള 4 നക്ഷത്രപാദങ്ങളിലും സഞ്ചാരം നടത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളിലൂടെയും സഞ്ചാരം നടത്തി മാത്രമായിരിക്കും ആ ഒരു ഗ്രഹം സഞ്ചരിച്ച് വരിക. അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. മോശവും അതുപോലെ നന്മയും വരും. ഇപ്പോൾ 2-ാം തീയതിക്ക് മാറിയ ഉടൻ തന്നെ വ്യാഴം കുടനിറയെ എടുത്ത് വെച്ചിട്ടുണ്ട് കമഴ്ത്തി തരുമെന്ന് ചിന്തിച്ചാൽ ഒരിക്കലും തന്നെ അത് സാധ്യമല്ല. 19 ആണ്ടുകാലം ശനി ദശാകാലം നടക്കുമ്പോൾ അതുപോലെ തന്നെ അത് ഒരുമിച്ച് കൊണ്ട് നമുക്ക് തരില്ല. 19 വർഷത്തിനുള്ളിൽ നമ്മൾ ചില പാഠങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി സേവിങ്സൊക്കെ നമുക്ക് വേണ്ടിയിട്ട് സൂക്ഷിക്കാനൊക്കെ പഠിച്ച് തൊഴിൽ നഷ്ടപ്പെടാതെയൊക്കെ ചിന്തിച്ച് പോകാനൊക്കെ മനസ്സ് വന്നാൽ അവനവന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവനവനായിട്ട് ജാതകം തന്നിട്ടുള്ളത്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എടുത്ത് കിട്ടുന്നതൊക്കെ കൊടുത്തിട്ട് സ്വന്തമായ നിലയ്ക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ വെറും വിഡ്ഢി എന്ന് വേണം പറയാനായിട്ട്. അവനവനതായിട്ട് കരുതൽ വേണമെന്ന് തന്നെയാണ് ഈ 9 ഗ്രഹങ്ങളും നമ്മളെ ചിന്തിപ്പിക്കുന്നത്. സ്വയം ചിന്തിക്കാനുള്ള കഴിവ് ഇല്ലാതെ പോകുമ്പോൾ നമ്മൾ പലതും തോറ്റുപോകും. മറ്റുള്ളവരിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ പലതും നമ്മളെ കൈവിട്ടു പോകുന്ന സാഹചര്യം എപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അതാണ് ഈ പാതകാധിപത്യം ഗ്രഹം തരുന്നത്. അടുത്ത വീഡിയോ നമുക്ക് പിതൃദോഷം കർമ്മം അല്ലെങ്കിൽ പിതൃദോഷം ജാതകത്തിൽ വന്നാൽ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമെന്ന് നമുക്ക് പരിശോധിക്കാം. ജാതകവശാലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലേക്ക് കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് മറുപടികളൊക്കെ തേടാവുന്നതാണ്.